മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ഭർത്താവ് ഒന്നാം പ്രതി, ജിനു, സോമൻ, പ്രമോദ് എന്നിവർ മറ്റു പ്രതികൾ. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലയ്ക്ക് കാരണമെന്ന് എഫ്ഐആർ റിപ്പോർട്ട്. എഫ്ഐആറിന്റെ പകർപ്പ് കൈരളി ന്യൂസിന് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആലപ്പുഴ റിപ്പോർട്ടർ ഷാജഹാൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഷാജഹാൻ, ഇപ്പോൾ നിലവിൽ ഭർത്താവ് തന്നെ ഒന്നാം പ്രതിയായിരിക്കുകയാണ്. എന്തൊക്കെയാണ് വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് ഈ 4 പേരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അനിലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള ഉണ്ടായിരുന്നു. അതിൽ 3 പേര് ഈ കേസിൽ എടുത്തു എന്നുള്ളതാണ് എഫ്ഐആർ സൂചിപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജിനു, സോമൻ അനിലിന്റെ ഭാര്യ സഹോദരനാണ്, പ്രമോദ് എന്നിവർ 2, 3, 4 പ്രതികളും ഇതിൽ അനിൽ ഒന്നാം പ്രതി എന്നുള്ള രീതിയിലാണ് ഈ കേസ് ഇപ്പോൾ ഫ്രെയിം ചെയ്തേക്കുന്നത്. ഈ 4 പ്രതികളാണ് ഇപ്പോൾ കേസിലുള്ളത്. നമുക്കറിയാം, ഏതാണ്ട് 2019 ഈ കൊലപാതകം നടക്കുന്നത്. ഈ എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്ക് ഈ പെൺകുട്ടിയെ കാറിൽ കൊണ്ടുവന്നതിന് ശേഷം ഇടയ്ക്ക് വെച്ച് ഇതിന്റെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും അതിനുശേഷം സെപ്റ്റിക് ടാങ്ക് മറവ് ചെയ്യുകയുമായിരുന്നു എന്നുള്ള പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ പോലീസിന്റെ വാർത്താ സമ്മേളനങ്ങളിലൊന്നും ഇത്രത്തോളം വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കൊലപാതകത്തിൽ അനിൽ നേരിട്ട് പങ്കുണ്ടെന്നും അതോടൊപ്പം തന്നെ മറ്റുള്ളവർ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. വിവാഹശേഷം ഈ പെൺകുട്ടിക്ക് കലയ്ക്ക് മറ്റൊരാളുമായിട്ടുള്ള അവിഹിത ബന്ധമാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് പറയുന്നത്. വിവാഹത്തിന് ശേഷം അനിൽകുമാർ വിദേശത്തായിരുന്നു. ഈ വിദേശത്തുള്ള ഘട്ടത്തിൽ മറ്റൊരാളുമായിട്ട് ഈ പെൺകുട്ടിക്ക് പ്രണയമുണ്ടായിരുന്നു. അവർ പാലക്കാടേക്ക് ഇരുവരും തമ്മിൽ താമസം മാറുകയും ചെയ്തു. ഒരു കുട്ടിയാണ്, 1.5 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു കുട്ടിയാണെന്നുണ്ടായിരുന്നത്. ഈ കുട്ടി ഇപ്പോഴും അനിലിനോടൊപ്പമാണ് താമസം. ശരി ഷാജഹാൻ, വ്യക്തമാണ്. മാന്നാറിലെ കൊലപാതകത്തിൽ ഭർത്താവ് അനിലിനെ ഒന്നാം പ്രതിയാക്കി എഫ്ഐആർ തയ്യാറാക്കി.